ഗൈസ് നമ്മളെ റൂം വരുന്നത് ഇവിടെ കേട്ടോ. ആ കാണുന്ന റൂമാണ് നമ്മളെ റൂം എടുത്തത്. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പോയ റോട്ടിലേക്ക് നേരെ മേൽപ്പാലം, നമ്മളെ മറ്റേ സേലം റോഡ് ഇല്ലേ ആ റോഡാട്ടത്, ആ മേലെ വരുന്നത് മേൽപ്പാലം, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഒടുക്കത്തെ ബ്ലോക്ക് അവിടെ. മാവനത്തൊക്കെ റെഡിയായി എല്ലാവരും പോകാൻ നിൽക്കുന്നു. വെയിറ്റിംഗ് ആണ് ഗൈസ്, വെയിറ്റിംഗ്. അരവിന്ദ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളാട്ട ഗൈസ്, വൺ സെറ്റപ്പ്. ഇവിടെ ആൾക്കാരുണ്ട്. ചായകളോട് ചായകൾ, ബദാം മിൽക്ക് വീണ്ടും. സെലിബ്രേറ്റ് ചെയ്യാൻ ബദാം മിൽക്ക് മാത്രം. സെലിബ്രേറ്റ് ബദാം മിൽക്ക് മാത്രമേ കുടിച്ചോളൂ, ഞങ്ങൾ ചായ മാത്രം. കേരള പോലെ നീ നമ്മൾ അടുത്തും തിന്നാൻ നോക്കാൻ തരുന്നുണ്ടാവും. ഗൈസ് ഇതാട്ടോ ഹോസ്പിറ്റലിൽ. നമ്മളിനി അവിടെ നമ്മളെ വണ്ടി നിർത്തിയെടുത്തൊന്ന് പോയേക്കാം. വണ്ടിയുടെ അവിടെ ചെറിയ ചളിയുണ്ട്, അപ്പോൾ അത് വണ്ടി താന്നു കൂടെ നോക്കാൻ വേണ്ടി പോവാണ്. നമുക്കവിടെ പോയേക്കാം. മാമനുണ്ട്, ഞാനുണ്ട്, ചെക്കന്മാരൊക്കെ ഉണ്ട്. ഇതാണ് ഹോസ്പിറ്റലിൽ. സംഭവം അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ഗൈസ് നമ്മളെ മേൽപ്പാലത്തിൻ്റെ പണി നടന്നു കൊടുക്കട്ടോ, അതുകൊണ്ട് ഇവിടെ കടച്ചുക്കണു. ആ നമ്മളെ വണ്ടി എന്തായിക്കൊണ്ട് പോയേക്കാം. ചിലപ്പോൾ അല്ലും മോന്തമ്പോ ഉമ്മച്ചുണ്ടാവും, അല്ലും പോയേക്കട്ടെ. ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാലേ പല സൈസിലും പല രീതിയിലും ഹോണുകൾ ഉണ്ടാവും, നല്ല സൗണ്ടും ഉണ്ടാവും, ചെവി ഇങ്ങനെ പൊട്ടും അമ്മാര് തോന്നാണോ ഇങ്ങനെ പാടുന്ന കൊടുക്കാറുണ്ട്. ഞാൻ തന്നെ പറയാം, നമ്മളെ സേലം റോഡ് ആ റോഡാട്ടോ. നമ്മളിങ്ങനെ നടക്കുക, ഇതിനെ ഇങ്ങനെ പണ്ടടുത്ത് പോയി കൊടുക്കാണ്. പോയേക്കാം നമുക്ക്. വണ്ടിയിലുണ്ടോ കാശ് പോണേ കേട്ടോ, നമ്മുടെ വെയിലടിക്കുക അങ്ങനെ. ഗായ്സ് ഞങ്ങളിപ്പോൾ നിൽക്കണത് ഞങ്ങളെ റൂമിൻ്റെ മുകളിലാട്ടോ. ഇത് ടെറസിൻ്റെ മുകളിലാണ്. അപ്പം നമ്മളെ കോയമ്പത്തൂർ എയർപോർട്ടില്ലേ, കോയമ്പത്തൂർ എയർപോർട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം കേട്ടോ. പക്ഷേ പ്ലെയിനൊന്നും കാണില്ല, ഇതാ കാണണ്ട കൊടി. അതിൻ്റെ കുറച്ചടുത്താണ്, കാരണം അവിടെയാണ് എയർപോർട്ട് വരുന്നത്. നമ്മളതിൻ്റെ കുറച്ച് ഇപ്പുറത്താണ്. ഞാൻ അപ്പോൾ പ്ലെയിന് കാണിച്ചിട്ട് മുകളിൽ കയറി, പ്ലെയിന് കാണാൻ പറ്റില്ല, കൊടി മാത്രം ഇങ്ങനെ കാണാം കണ്ടോ. അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊന്നും കയറി കാര്യമില്ല. ഗായ്സ് ഇവിടെ നമുക്ക് കാറ്റുണ്ട്, ഒരു തണുത്ത കാറ്റിങ്ങനെ വരുന്നുണ്ട്, പക്ഷെ ചൂടൊന്നും ഇല്ല കേട്ടോ. പക്ഷെ റൂമിൻ്റെ ഉള്ളിലൊക്കെ ചൂടാണ്, പുറത്തിറങ്ങിയാൽ തണുപ്പാണ്, ചെറിയൊരു തണുപ്പുണ്ട് ഇങ്ങനെ, തണുത്ത കാറ്റ്. എവിടെ മുഖം പൊള്ളു എവിടെ? അവിടെ മാമാസേ അപ്പോൾ ഓക്കെ. ഗായ്സ് നമുക്കേ ഇവിടെ അടുത്തൊരു എയർപോർട്ട് ഉണ്ട്, നമ്മളെ ഇവിടുത്തെ കോയമ്പത്തൂർ എയർപോർട്ട് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് പോയേക്കാട്ടോ. അപ്പോൾ ഒരു റൂമിലെടുക്കാണ്, ഞാനൊന്ന് മെല്ലെ നടന്നിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് നോക്കി വരാം. നമുക്ക് പോയേക്കാം കേട്ടോ അവിടേക്ക്. ഇവിടുത്തെ റോഡിലെ തിരക്ക് എന്താ തിരക്ക് വെച്ചിട്ടാ, വണ്ടികൾ കടന്ന് അങ്ങനെ കളിച്ച ഇത്ര വണ്ടി കളിച്ചിട്ടാ, അങ്ങോട്ട് ഓണടിച്ച ഒച്ചപ്പാടുണ്ടാക്കുക, പാങ്ങട്ട് അടിച്ച ഓണ്. ഗായ്സ് നമ്മൾ ഒരാൾ ഞാൻ ചോദിച്ചിട്ടോ, അപ്പോൾ ആളിങ്ങനെ വഴി പറഞ്ഞു ഇങ്ങനെ കുറേ പോകണം, പിന്നെ കുറേ എത്തുമ്പോൾ എവിടേക്കും തിരിയാൻ പറഞ്ഞു. നമുക്ക് എന്തായാലും പോയേക്കാം. ഇപ്പം ഇങ്ങനത്തെ ഒരു വഴിമ കയറിട്ടോ. എനിക്ക് തോന്നുന്നത് ആ നേരെ കാണുന്ന ആ ബോർഡിൻ്റെ അവിടെ തോന്നുന്നു എയർപോർട്ട്. തണുത്ത കാറ്റിങ്ങനെ വരുന്നുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ട് ആൾക്കാർ ഇവിടെ ഒന്ന് ഹെൽമെറ്റ് ഒന്നും വേണ്ട കേട്ടോ. ആൾക്കാർക്ക് ഹെൽമെറ്റ് വേണ്ട, പിന്നെ സീൽ ബെൽറ്റ് ഇടണ്ട. പോലീസുകാരൊക്കെ മച്ചാണ്. ഞാൻ അതിൽ നടുക്കൂടെ നടന്നു പോകണം. ഇപ്പോൾ പോയേക്കാം എന്തായാലും. മഞ്ഞ ബദാം പാൽ, മാവും പപ്സും
അവിടെ കട്ട്ലേറ്റ് ഗൈസ്. അപ്പം നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇനി പോവാട്ടോ. വീട്ടിൽ പോവാണെങ്കിൽ നമുക്ക് റൂമിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുക്കണം ആദ്യം. ഇവിടുത്തെ ട്രാഫിക് ഒരു 1.5 ട്രാഫിക്കാണ്. നല്ല വണ്ടി എടുക്കണോ. ഇവിടെ തിരിച്ച് നമ്മൾ കയറി അപ്പുറത്ത് പോയി. ഓ ടൗണ് ഇനി നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ട് പിന്നെ കാണതാണ്. 100 മീറ്റർ കഴിഞ്ഞിട്ടാണ് യൂട്ടാണ്. അത് ഇവിടെ യൂട്ടാണെന്നല്ലേ, 100 മീറ്റർ കഴിഞ്ഞിട്ടാണ് യൂട്ടാണ്. ഗൈസ് ഇവിടെ ഇതിനൊക്കെ ബൈക്ക് കയറി വരും ഈ സൈഡിൽ കൂടെ. സാധനങ്ങളെല്ലാം എടുക്കൂ, നമ്മൾ പോവാണ്. വണ്ടി ഗൈസ് കണ്ണട, എൻ്റെ ബ്രഷ്, അങ്ങനെ എൻ്റെ സാധനങ്ങളൊക്കെ കിട്ടി. നമ്മൾ ഇറങ്ങാണ്. ഇനിയിപ്പോൾ ഇത് പാക്ക് ആക്കണം വണ്ടി കയറ്റിയിട്ട്. ഇപ്പോൾ റൂം തട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കിത് പാക്ക് ആക്കണം. എൻ്റെ ബാഗിൽ സാധനങ്ങളൊക്കെ ഹെഡ്സെറ്റ്, വയറ്, കാര്യങ്ങൾ, അത് പെൻ ഡ്രൈവ്, കട്ടാക്കി തരേ. എടാ എൻ്റെ ഫോണിൻ്റെ ചാർജർ എടുത്തു. ഐഫോണിൻ്റെ ചാർജർ കറുപ്പ് എവിടെ? അതവിടെ ഒരു വെള്ള കട്ടുണ്ട്. ഇത് കുടിച്ചാൽ വീട് എടുത്തോ. ചാർജർ കാണാമല്ലോ ഗൈസ്, ഇങ്ങോട്ട് എടുക്ക്. നമ്മളിനി അവിടെ നിന്ന് ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ റൂം വെക്കരുത്, ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി ഈ മെഡിസിന് ഇങ്ങോട്ട് വെക്കാം. അതിൻ്റെ ഇവിടെ ഉണ്ട്. ഗൈസ് ഇവിടുത്തെ മണം സഹിച്ചത് ഒരു ജാതി മണം ഒക്കെ എടുത്തില്ലേ? പല്ലി തേക്കട്ടേക്ക് ബ്രഷ് അല്ല പേസ്റ്റ് ഗൈസ്. ഒന്നുമില്ല നിക്കേ ഗൈസ്. വിശാലമായ റോഡുകൾ. ഗൈസ് വണ്ടികൾ ഇങ്ങനെ കയറി. പ്രോ ഡ്രൈവർ ഗൈസ്, പ്രോ ഡ്രൈവർ. റോഡ് നോക്കി നല്ല അറ്റം വരെ നമുക്ക് ഒരേ നിരന്ന റോഡ്. എവിടെ എവിടെ? ആ അതാ ഗായ്സ്. നമ്മൾ അരവിന്ദിന്റെ ഉള്ളിൽ തീരെ റേഞ്ച് ഇല്ല കേട്ടോ, ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. ഗായ്സ് റെയിൽവേ ഇട്ട ഇവിടെ ഇതിനൊന്നും നമുക്ക് ഇങ്ങനെ ഒന്ന് ഇറങ്ങാം. അവിടെ കോയമ്പത്തൂര് ഗായ്സ് അവിടെ അടിപൊളി ഒരു ഗ്രാമം കേട്ടോ, സൈഡില് ഒരു മാലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഡ്രൈവർ ഇന്നത്തെ ഡ്രൈവർ മോശമാണ്. അപ്പൊ ഞാൻ ഇന്ന് പുതിയ ഡ്രൈവർ അപ്പോയിൻമെന്റ് ചെയ്തു വണ്ടിയിലേക്ക്. ഗായ്സ് ഗ്രാമം കണ്ടോ? ആ അണ്ണാ കൈ കൊടുക്കണ. ഏയ് പാപ്പേ നമ്മളറിയില്ല തൊട്ടറിയില്ല. അവിടെ എന്തോ കാണണ്ട മരണം അല്ല. അങ്ങനെ നമ്മള് നമ്മളെ അവസാനത്തെ ടോള് കടന്നു അല്ലേ?
തമിഴ്നാട്ടിലത്തെ അവസരത്തിൽ ടോൾ കളഞ്ഞു എന്നല്ല കടന്നു വായിച്ചിട്ട് വർത്താൻ കിട്ടില്ല ഗൈസ്. ഇനി നമ്മള് പോകണ കൊറേ മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല റോഡ് അപ്പുറത്ത് കുറെ പാടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അധികം വയസ്സായാലല്ലേ പോവാ. കോളീസ് ഇപ്പൊ അടിച്ച് കേറാണ്. എല്ലാവർക്കും കോളീസ് മതി. ഇപ്പൊ നമുക്കൊരു കോളീസ് കമ്പനി ഇട്ടല്ലോ. ഗൈസ് നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ചിറങ്ങി നമ്മൾ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളടുത്ത വീഡിയോ വരും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ നമ്മളെ ചാനലിലേക്ക് ഷെയർ ചെയ്യണം കേട്ടോ. നമുക്ക് ഷെയർ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്യാനാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളെ വീഡിയോയിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും പുതിയ കൊണ്ടുവരുന്ന നിങ്ങളുടെ അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ കേട്ടോ.